1973 ജനുവരി 1-ാം തീയതി ബാഫഖ് തങ്ങൾ തന്റെ 26ാമത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോയി. പ്രധാനപ്പെട്ട അഭിപ്രായം 26 ഹജ്ജാണ്. 26 മക്കളാണ്, 26 ഹജ്ജാണ്. അവസാനത്തെ ഹജ്ജിന് പോകേണ്ട തങ്ങളെന്ന് ഡോക്ടർ CK രാമചന്ദ്രൻ തങ്ങളോട് പറഞ്ഞിരുന്നു. തങ്ങളുടെ പ്രധാനപ്പെട്ട ഡോക്ടറായിരുന്നു. അതുമല്ല, 45 ഗുളിക വേണ്ടിയിരുന്നു. 45 ഗുളികക്ക് കുറിച്ച് കൊടുത്തിരുന്നു. ആ ഗുളിക വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി ഹംസ ബാഫക്കിയെ പറഞ്ഞയച്ചു. അപ്പോൾ ഹംസ ബാഫക്ക് കോഴിക്കോട് ആകെ തിരഞ്ഞിട്ട് 19 ഗുളിക കിട്ടിയുള്ളൂ. ഉപ്പാനോട് വന്ന് പറഞ്ഞു, ഉപ്പ കോഴിക്കോട്ട് 19 ഗുളികയുണ്ട്, രാമചന്ദ്രൻ എഴുതി തന്ന ഗുളിക 19 വരുള്ളൂ. അതുകൊണ്ട് ബാപ്പ ബോംബെയിലെത്തിയിട്ട് വിമാനം കയറുന്നതിന് മുമ്പ് ബാക്കിയുള്ള ഗുളിക വാങ്ങണം. അപ്പോൾ നെല്ലെ ഹംസ ബാഫയുടെ കാതിൽ പറഞ്ഞു, മോനെ ബാക്കിയുള്ള ഗുളിക വേണ്ടിവരില്ല എന്നാണ്. 19ാമത്തെ ദിവസം മരിച്ചു. 19 ഗുളിക 19ാമത്തെ മോനോട് പറഞ്ഞു, ബാക്കി നീ ഗുളിക വേണ്ടിവരില്ല എന്നാണ്. മമ്മൂക്കൈ ആ ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ മമ്മൂക്കയോട് പറഞ്ഞു, നിർബന്ധമായിട്ട് നിങ്ങൾ വരണം. പുറപ്പെട്ടതിൽ പിന്നെ പലതവണയും പറഞ്ഞു, മമ്മിക്കയ്ക്ക് ഇനി ഒറ്റക്ക് മടങ്ങാനാണ് വിധി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ബാഫഖ് തങ്ങളുടെ അവസാനത്തെ ആ യാത്ര ഞാൻ അല്പഭാഗം മാത്രം നിങ്ങൾ 12-ാം തീയതി വെള്ളിയാഴ്ച ഹറമിൽ ജുമഅക്ക് വരുമ്പോൾ തങ്ങൾ ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ആലിക്കുഞ്ഞിയുടെ സഹായത്തോടു കൂടെയാണ് നടന്നു വന്നത്. ബാഫഖ് തങ്ങളുടെ സന്തതസഹചാരിയായ ആലിക്കുഞ്ഞി സാഹിബ് എഴുതിയ ലേഖ അറഫയിൽ നിർവഹിക്കേണ്ടത് കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മുസ്ദലിഫയിൽ രാത്രി പകുതി കഴിയുന്നത് വരെ താമസിക്കുകയും സുന്നത്ത് നമസ്കാരത്തിൽ ഏർപ്പെടുകയും ചെയ്തു. സുന്നത്ത് നമസ്കരിച്ച് അവിടെ നിന്ന് കല്ല് പെറുക്കി മിനയിലെത്തി. അവിടെ മുത്തവഫ് അബ്ദുറഹ്മാൻ ദൂമിന്റെ ക്യാമ്പിലാണ് ബാഫഖ് തങ്ങൾ താമസിച്ചത്. ഒരു തൂവാല ഉടുക്കുകയും മറ്റൊന്ന് പുടക്കുകയും ചെയ്ത് മരം കൊച്ചുന്ന തണുപ്പിൽ അറഫയിലും മിനയിലും ആദ്യ ദിവസവും കഴിച്ചുകൂട്ടേണ്ടത്. അവസരമായിട്ടും ബാഫഖ് തങ്ങൾക്ക് അതൊന്നും ഒരു പ്രതിബന്ധമായി തോന്നിയില്ല. കല്ലേറിന് അദ്ദേഹം പുറപ്പെട്ടു. ഇടവും വലവുമായി മമ്മിക്കയും കല്ലത്തറയും ഉണ്ടായി. ഞാൻ അലിക്കുഞ്ഞ് സാഹിബ് പറയാണ്, ഞാൻ ബക്കർ ജമാലിന്റെ ക്യാമ്പിലായിരുന്നു. ആഫ്രിക്കക്കാർ, അഫ്ഗാനികൾ, തുർക്കികൾ, ബദവികൾ എന്നിവരുടെ തിരക്കിലൂടെ കല്ലെറിയേണ്ടുന്ന സ്ഥലത്ത് അദ്ദേഹം കല്ലെറിഞ്ഞ് 3 ദിവസവും മടങ്ങിയുള്ളൂ. കല്ലേറിന് പോയ പ്രയാസങ്ങൾ മമ്മൂക്കയെയും കല്ലത്തറയും വിവരിക്കുമ്പോൾ തങ്ങൾ പുഞ്ചിരി തൂന്നിക്കോട്ടോക്കിക്കൊണ്ട് മമ്മൂക്കയെ ഒറ്റയ്ക്ക് മടങ്ങേണ്ടി വരുന്ന ലക്ഷണമാണ് കാണുന്നത് എന്ന് പറയുകയുണ്ട്. 16-ാം തീയതി മക്കത്തെത്തിയ ബാഫഖ് തങ്ങൾ 1973 ജനുവരി 16-ാം തീയതി അറഫേറ്റ് കഴിഞ്ഞ് മിനയിൽ കഴിഞ്ഞ് മക്കത്ത് തിരിച്ചെത്തിയ ബാഫഖ് തങ്ങൾ ഹജ്ജിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞു. നിഫാമത്തിന്റെ ത്വാഫാണ്. 17-ാം തീയതി സുബഹിക്ക് അഹമ്മിലേക്ക് പോയി. തഹജ്ജുദും സുബഹിയും അവിടെ നിന്ന് നിസ്കരിച്ചു. തന്റെ പതിവ് പ്രകാരമുള്ള ഔറാദുകൾ കഴിഞ്ഞ ശേഷം കഅബ ഇഫാദത്തിന് ത്വാഫ് ചെയ്യാൻ വേണ്ടി മുതിർന്നു. 3 വട്ടം ത്വാഫ് നടത്തിയ ശേഷം തുടരാൻ തിരക്ക് മൂലം തന്റെ സ്നേഹാസ്വാസ്ഥ്യം കാരണം തങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇഫാദത്തിന്റെ ത്വാഫാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജിയുടെ സഹായത്തോടെ അദ്ദേഹം താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. അന്ന് ളുഹർ നമസ്കാരത്തിന് ശേഷം ഹറമിലേക്ക് പോകാൻ തങ്ങൾക്ക് അവധിലുണ്ടായിരുന്നു. അസറിനും മഗ്‌രിബിനും ഇശാക്കും അദ്ദേഹം ഹറമിലെത്തി നമസ്കാര കർമ്മങ്ങൾ നിർവഹിച്ചു. മടങ്ങി താമരസ്ഥലത്തെത്തിയപ്പോൾ കാലിന് കുറെ നീരുണ്ടായിരുന്നു. ഈ സമയത്ത് അവസാനമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബാഫഖ് തങ്ങൾ പെരുന്നാൾ സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട്. ആ പെരുന്നാൾ സന്ദേശം കൂടി ഞാൻ വായിക്കാം. വിശുദ്ധ മണ്ണിൽ വെച്ച് അസുഖം അനുഭവപ്പെടുമ്പോഴും ബാഫഖ് തങ്ങൾ നാട്ടിലുള്ള തന്റെ സമുദായത്തിനും തന്റെ നാട്ടുകാർക്കും മുൻകൈയെടുത്ത് രൂപം കൊടുത്ത മുന്നണിയുടെ സർക്കാരിന്റെ കാര്യങ്ങൾ വിസ്മരിച്ചിരുന്നില്ല. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നിര്യാണത്തെ തുടർന്ന് മഞ്ചേരി പാർലമെന്റ് സീറ്റിലെ ഒഴിവ് നികത്താൻ സയ്യിദ് മുഹമ്മദ് സാഹിബും നീലേശ്വരം പറവൂർ അസംബ്ലി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വി കുഞ്ഞമ്പു, KT ജോർജ് എന്നിവരും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ടായിരുന്നു. മക്കയിൽ തങ്ങൾ അയച്ച ഈദ് സന്ദേശത്തിൽ ഈ സ്ഥാനാർത്ഥികളെ നല്ല ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ ആഹ്വാനിച്ചു. അക്കാലത്ത് സർക്കാരിനെതിരെ സർക്കാർ ജീവനക്കാർ നടത്തി വന്ന സമരവും തങ്ങൾ ഈദ് സന്ദേശത്തിൽ പരാമർശിച്ചിരുന്നു. തങ്ങൾ ഇങ്ങനെ എഴുതി: തൊഴിലുള്ളവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒട്ടും തൊഴിലില്ലാത്തവർ ധാരാളമായി ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്ന എന്ന് തൊഴിലുള്ളവർ മറക്കരുത് എന്ന് തങ്ങൾ ഓർമ്മപ്പെടുത്തി. ഭൂരിപക്ഷത്തിന്റെ തിണ്ണബലത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങളുടെ അവകാശം ധ്വംസിക്കുന്നവരെയും സമുദായിക സൗഹാർദ്ദം തകർക്കുന്നവരെയും
സ്നേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷങ്ങൾക്കും അവകാശമുണ്ടെന്ന് അവസാനത്തെ സന്ദേശത്തിലും തങ്ങൾ എഴുതി. അവസാനത്തെ സന്ദേശം, ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷത്തെ നിസാരവൽക്കരിക്കരുത്, ഭരണപക്ഷിയെ പോലെ പ്രതിപക്ഷത്തിനും രാജ്യത്ത് അവകാശമുണ്ടെന്ന് അവസാനത്തെ ഏത് സന്ദേശത്തിലും തങ്ങൾ എഴുതി. 18-ാം തീയതി സുബഹിക്ക് മുമ്പായി തങ്ങൾ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിച്ചു. തങ്ങൾ ആ സമയം വല്ലാതെ പരവശനായിരുന്നു. നടക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ഹറമിലേക്ക് അദ്ദേഹത്തിന് പോകണം. എന്താണ് വഴി? മമ്മൂക്കയുടെയും മറ്റും സമ്മർദ്ദത്തിന് വഴങ്ങി അവിടെ നിന്ന് തന്നെ നിസ്കരിച്ചു. കേയും കള്ളത്തറയും ഹറമിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ തങ്ങൾ പുതച്ചു കിടക്കുന്നു. ഉള്ളിൽ ഒരു കിടിലം, ഉള്ളിൽ ശീലമുണ്ട്, പനിയുണ്ടോ എന്നൊരു സംശയം എന്നിങ്ങനെ പറഞ്ഞു. അത് കേട്ട ഉടനെ MKC അബുഹാക്കി സ്റ്റൗവിൽ കഞ്ഞി പാകം ചെയ്തു. ആ കഞ്ഞി കുടിച്ച് ആ MKC മരിച്ചു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതിനിടയ്ക്ക് എന്റെ മലബാർ കലാപം എന്ന പുസ്തകത്തെ പറ്റി അലിക്കുഞ്ഞ് സാഹിബിനോട് ചോദിച്ചു. ലഹളക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പാട്ടിലെ ഏതാനും മൊഴികൾ തങ്ങൾ പനി പിടിച്ച് കിടന്ന് പാടി. കൂടെ തിക്കോടിക്കാരൻ അബ്ദുള്ള ഹാജിയും ഉണ്ടായിരുന്നു. ഉറക്കം 11 മണിക്ക് ഞെട്ടി. വിറയലും പനിയും ശക്തിയായി ഉണ്ടായിരുന്നു. ആ സമയത്ത് രാത്രി മമ്മൂക്കയെ ഡോക്ടറെ വിളിക്കാൻ തന്റെ അടുക്കൽ ആളയച്ചു. ഇന്ത്യൻ മെഡിക്കൽ മിഷനിലെ ഡോക്ടർ അബ്ദുറഹ്മാൻ വന്നു. പനി 103 ഡിഗ്രി ഉണ്ടായിരുന്നു. രക്തസമ്മർദ്ദം തോയൗട്ടായിരുന്നു. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് വരുത്തിക്കൊടുത്ത ശേഷം പനി നോർമലായി. ക്ഷീണത്തിന് ആശ്വാസമുണ്ടായി. ഉൾവെടുത്തു. ളുഹറും അസറും നിന്നുകൊണ്ട് തന്നെ നിസ്കരിച്ചു. എന്നിട്ട് നിന്നുകൊണ്ട് നിസ്കരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം സുലൈമാൻ സേട്ടവും സത്താർ സേട്ടവും വന്നു. അവരുമായി കുറെ നേരം സംസാരിച്ചു. തങ്ങൾ താമസ സ്ഥലത്ത് വെച്ച് തന്നെ മഗ്‌രിബ് നമസ്കരിച്ചു, വിശ്രമിച്ചു. വീണ്ടും പനിയും വിറയലും തുടങ്ങി. അപ്പോഴേക്ക് ഡോക്ടർ അബ്ദുറഹ്മാൻ, ഇന്ത്യൻ മെഡിക്കൽ മിഷനിലെ ചീഫ് ഫിസിഷ്യനായ ഡോക്ടർ ഖാനയും കുട്ടി മുറിയിലെത്തി. അവർ ചില മരുന്നുകൾ കൊടുത്തു. അതോടുകൂടെ ഉറങ്ങി. 10:30 മണിക്ക് വീണ്ടും ഒന്നുവെടുക്കണമെന്ന് പറഞ്ഞു. പരാശ്രയം കൂടാതെ ഒന്നുവെടുക്കുവാൻ സാധ്യമായില്ല. നിന്നുകൊണ്ട് തന്നെ ഐഷ നമസ്കാരം നിർവഹിച്ചു. ജീവിതത്തിലേക്ക് നമസ്കാരം കളയാത്ത അദ്ദേഹത്തിന്റെ അവസാനത്തെ നമസ്കാരമായിരുന്നു അത്. ആർക്കും ചിന്തിക്കാനായി. നമസ്കാരാനന്തരം ഉറങ്ങാൻ കിടന്നു. 12:30 മണിക്ക് ഉറക്കം ഞെട്ടി. മമ്മൂക്കയെ വിളിക്കാൻ പറഞ്ഞു. അതോടെ മുറിയിലുണ്ടായിരുന്ന കല്ലത്തറയും കുഞ്ഞാമോ ഉണർന്നു. എനിക്ക് വേദന സഹിക്കാനാകുന്നില്ല, എന്ന ദീനരോധനമാണ്. കേൾക്കേണ്ടി വന്നു. ഡോക്ടർ വിളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യും എന്ന് മറുപടി. സംസാരവും മറ്റും കേട്ടപ്പോൾ അടുത്ത മുറിയിലുണ്ടായിരുന്ന മുത്തവസ് സയ്യിദ് സാലെ മറ്റും മുസാവയും മറ്റും മാനേജർ പൂങ്ങാടൻ അബ്ദുറഹ്മാനും ഉണർന്ന് ഓടിയെത്തി. അവർ ഡോക്ടർ വിളിക്കാൻ ഓടി. അതിനിടെ പുതച്ചു, മൂത്രിച്ചു, ചായ കുടിച്ചു. 15 മിനിറ്റ് കടകം ഡോക്ടർ അബ്ദുറഹ്മാൻ ശൈഖോയത്തങ്ങൾ ഓടിയെത്തി. അവർ ടെമ്പറേച്ചറും രക്തസമ്മർദ്ദവും പരിശോധിച്ചു. ആ സമയത്ത് ടെമ്പറേച്ചറും രക്തസമ്മർദ്ദവും എത്രയുണ്ട് തങ്ങൾ അന്വേഷിച്ചു. അവർ മരുന്ന് കുത്തിവെച്ചു. അല്പനേരത്തേക്ക് ആശ്വാസം കണ്ടു. പിന്നെ എന്നെയൊന്ന് വലത്തോട്ട് ചരിച്ചു കിടത്തുകയും മുറിയിലുണ്ടാകുന്നവർ തങ്ങളെ വലത്തോട്ട് ചരിച്ചു.